എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്ന ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതായത് ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് പ്രത്യേകമായ ഒരു വിഷയമാണ് നമുക്ക് സംസാരിക്കേണ്ടത്. കാരണം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വളരെ പ്രധാനമായും നമ്മളൊന്ന് വായിക്കേണ്ടതാണ്. ഇന്ന് ഈ കാലഘട്ടമായിട്ട് നോക്കുമ്പോൾ അത് ഒത്തുവരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. സ്തോത്രം. അപ്പോൾ ആദ്യം എന്താണ് സംഭവിക്കേണ്ടത്? കർത്താവിൻ്റെ വരവിന് മുമ്പായി തൊട്ടടുത്ത് ഒരു വിശ്വാസത്യാഗം സംഭവിക്കും. അതിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും ആത്മീകമായി വിവേചിക്കുന്നവർക്ക് ആ വിഷയം മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു വിശ്വാസത്യാഗത്തിൻ്റെ സമയമാണ്. വിശ്വാസമില്ലാത്തൊരവസ്ഥ, വിശ്വാസം വിട്ടുപോകുന്നൊരവസ്ഥ, വിശ്വാസത്തെ ത്യജിക്കുന്നൊരവസ്ഥ. മനുഷ്യൻ ഇന്ന് കർത്താവ് പറഞ്ഞതുപോലെ മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിച്ചാൽ കാണാവുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് ആ ദിവസം കെണി പോലെ വരും. ഇത് സംഭവിക്കും. നമ്മളിത് ശരിക്കും ആ വാക്യവും ഈ 2 തെസ്സലോനി 2-ന്റെ 3-ാം വാക്യവും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുകയാണ്. മദ്യപാനം എന്നുള്ളത് നമുക്ക് വേണം മാറ്റിവെക്കാം. പക്ഷേ മദ്യപാനം ഉണ്ട്. ഇന്ന് മദ്യപാനം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരിലും അല്ല. അപ്പോൾ ആ ദിവസം കെണി പോലെ വരുന്നവർ എന്ത് ചെയ്യുന്നു? ആ ദിവസം, അന്നത്തെ ദിവസം, കർത്താവിൻ്റെ വരവെന്നുള്ളൊരു ദിവസം കെണിയാകുന്നവർക്ക് ഇന്ന് മദ്യപാനമുണ്ട്. ആ കെണിയായിട്ട് വരുന്നവർക്ക് ഇന്ന് മദ്യപാനമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ വരുമെന്ന് പറഞ്ഞത് കറക്റ്റാണ്. അതേപോലെ തന്നെ 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതും കറക്റ്റാവുന്നുണ്ട്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടും. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലൻ ഒന്നുകൂടെ അത് കയറ്റി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കർത്താവിൻ്റെ വരവ്. അത് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കും. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏതു വിധേന നിങ്ങൾ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. സ്തോത്രം. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രധാനപ്പെട്ട വിഷയം അവിടെ നമ്മൾ നോക്കാനുള്ളത് വിശ്വാസത്യാഗമാണ്. വിശ്വാസത്യാഗവും അവിടുത്തെ ഉപജീവന ചിന്തകൾ. ഇന്ന് വിശ്വാസികൾക്ക് ഉപജീവന ചിന്ത വന്ന് ഭാരപ്പെടുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇന്ന് വളരെ പ്രധാനമായിട്ടും നമുക്ക് ഇടപെടുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളോട് വ്യക്തമായിട്ട് ഇത് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരണം. കാരണം ഇവിടെ ഒരു വിഷയം ഞാൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഈ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാം. കാരണം അങ്ങനെ തന്നെയാണ് ഇന്നത്തെ പോക്കെന്നുള്ള വ്യക്തമായിട്ട് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുച്ചിപ്പിടിയും ഭരതനാട്യവും കൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ
എത്തുവാൻ ആർക്കും സാധിക്കത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്തോത്രം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമുക്ക് വായിക്കാം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മളിപ്പോൾ ദൈവമക്കളാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എത്ര പേരുണ്ട് ദൈവമക്കൾ എന്ന് പറയാൻ അവകാശപ്പെടുവാൻ എത്ര പേര് കാണും? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ട്? എത്ര പേർ അതനുസരിക്കുന്നുണ്ട്? നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. വ്യക്തമായിട്ട് പറയുകയാണ്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദസ്യന്മാരാകും എന്ന് നാം അറിയും. എത്ര പേർക്ക് ഈ പ്രത്യാശയുണ്ട്? നമ്മുടെ കർത്താവ് മേഘത്തിൽ വരുമ്പോൾ ഇവിടുന്ന് പറന്നു പോകാമെന്നുള്ള എത്ര പേർക്ക് ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് മേഘത്തിൽ ചെല്ലാമെന്നുള്ളത് പ്രത്യാശ എത്ര പേർക്കുണ്ട്? അവിടെ എത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച വന്നു, ഒരു ഞായറാഴ്ച സഭായോഗത്തിന് വന്നിരുന്നുണ്ട്. അവിടെ നമ്മുടെ ചുവട് വെച്ച് സ്റ്റെപ്പ് വെച്ചതുകൊണ്ട്, പിന്നെ നമ്മളൊന്ന് ആടിയത് കൊണ്ടോ പാടിയത് കൊണ്ടോ കറങ്ങിയത് കൊണ്ടോ കൈ എടുത്തും കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ലാല പറഞ്ഞത് കൊണ്ടോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമോ? ഒന്ന് ചിന്തിച്ചേ. സത്യത്തിൽ ഇന്ന് അതല്ലേ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, കുച്ചിപ്പിടിയും ഭരതനാട്യവും കൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ വായിച്ച ഈ അധ്യായത്തിൽ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. നമുക്കൊന്ന് വായിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദസ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ആ ദൈവമക്കളെ കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അങ്ങനെ എത്ര പേരുണ്ട് ഈ ഭൂമിയിൽ? സ്വയമായിട്ട് തന്നെ നിർമ്മലീകരിക്കുന്നവർ എത്ര പേരുണ്ട്? തന്നെത്താൻ വിധിക്കുന്നവനെ ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുന്ന കർത്താവ് ബാലശിക്ഷ കഴിക്കുകയാവുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എത്ര പേര് തന്നെത്താൻ വിധിക്കുന്നുണ്ട്? എനിക്കൊരു കുറവുള്ളവനാണ്, എനിക്കൊരുപാട് കുറ്റങ്ങളുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, എനിക്ക് ആത്മാവും സത്യത്തിലൊന്നും ആരാധിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് സ്വയമായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് ഈ കാണുന്ന കൈകൊട്ടും പാട്ടും കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുകയാണ്. അതാണ് നമ്മുടെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും ഉന്നതമായിട്ട് ഇപ്പോൾ കാണുന്നത്. മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പെന്നാണ് പറയുന്നത്, വചനം പറയുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്നും പോയത് കൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ദൈവവും ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രൻ തിരഞ്ഞെടുത്ത തൻ്റെ അപ്പോസ്തലന്മാരും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനത്തിൽ നിന്നൊരു വള്ളി പുള്ളി മാറിപ്പോയില്ലെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊന്നും ഒന്ന് കൂട്ടുവാനോ കുറക്കുവാനോ ആർക്കും സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളും ഈ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമവുമായിട്ട് എന്തുമാത്രം അന്തരങ്ങളുണ്ട് നമ്മൾ തമ്മിൽ, വചനവും നമ്മളുമായിട്ട് എന്തുമാത്രം അകലമുണ്ട് ഒന്ന് മനസ്സിലാക്കണമേ. ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് നടത്തുന്ന യഥാർത്ഥ സ്നാനം പോലും
ഇന്ന് ദൈവത്തിൻ്റെ ഹിതം പ്രകാരമുള്ള സ്ഥാനമല്ല. മനസ്സിലാക്കണം. ഒരു സുവിശേഷം പറയാൻ പോയാൽ പോലും യഥാർത്ഥമായിട്ട് കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത് പോലുള്ള സുവിശേഷമല്ല നടക്കുന്നത്. ഇന്ന് സുവിശേഷം എന്താണ്? കുറച്ച് ലഘുലേഖ കൊണ്ടുപോയി വീടുകളിൽ കൊടുക്കുക, പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മദ്യപാനം മയക്കുമരുന്നിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക, അവസാനം യേശു എന്നൊരു വാക്കും പറഞ്ഞു പോരുക. ഇതാണോ സുവിശേഷം? അപ്പോൾ ഏതൊട്ട് ഇസഡ് വരെയും ഇന്ന് എല്ലാം തെറ്റിക്കിടക്കുന്നു, ഒന്നും കറക്റ്റല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെ കർത്താവ് മേഘത്തിൽ വരുമ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റും? കോടാനുകോടി വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവർ ഈ ലോകത്തിലുള്ളപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പറഞ്ഞേക്ക് എനിക്കൊരു ശേഷിപ്പേ ഉള്ളൂ. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമെന്ന് പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു? വിശ്വസിച്ചവരെല്ലാം പോകുവാനല്ലേ അവർ നാട് വിട്ട് വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് വന്നത്? എന്തുകൊണ്ട് അവർക്ക് ദൈവരാജ്യത്തിലെത്താൻ കഴിയുന്നില്ല? യേശു കർത്താവ് പറഞ്ഞു എനിക്കൊരു ശേഷിപ്പേ ഉള്ളെന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ പാചകം ചെയ്തെടുക്കുന്ന ആഹാര സാധനങ്ങൾ, നല്ല ആഹാര സാധനങ്ങൾ നമ്മുടെ മക്കൾക്ക് വിളമ്പിക്കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ ആരോഗ്യമുള്ളവരായി മാറത്തുള്ളൂ. വ്യാജനായ ഭക്ഷണവും അതേപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണവും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ മക്കൾ ആരോഗ്യമുള്ളവരായി മാറും? അതുപോലെ തന്നെയാണ് നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ഭവനത്തിൽ വിളമ്പിക്കൊടുക്കുന്ന ആത്മീയ ഭക്ഷണവും അങ്ങനെയുള്ള വ്യാജമാണെങ്കിൽ ആ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനത്തിലുള്ള മക്കൾക്ക് എങ്ങനെ ഉണ്ടാവും? അവരെങ്ങനെ ആത്മീക ആരോഗ്യമുള്ളവരായി മാറും? അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ആത്മീയ യഥാർത്ഥമായ ഒറിജിനലായ ആഹാരം കിട്ടാത്തത് കൊണ്ട്, ഒറിജിനൽ വചനം, ദൈവത്തിൻ്റെ വചനം, മായമില്ലാത്ത വചനം ലഭിക്കാത്തത് കൊണ്ട്, മായമുള്ള വചനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് എല്ലാവരും വ്യാജന്മാരായി മാറുകയാണ്. ഇന്ന് വ്യാജന്മാരാണ്, കോടിക്കണക്കിന് വ്യാജന്മാർ എഴുന്നേറ്റിരിക്കുക. എന്തുകൊണ്ടാണ്? വ്യാജമായ ഭക്ഷണം കഴിച്ചു വ്യാജന്മാരായി മാറുന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. 2 തിമോത്തി 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുക. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തിനും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ മത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ ഭരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഇതെവിടുന്നാണ് ഈ ഇത്രയും ഉപദേഷ്ടാക്കന്മാരെ ഭരിക്കുന്നത്? എവിടുന്നാണ്? അതെല്ലാം നമ്മുടെ ബൈബിൾ കോളേജിൽ നിന്നല്ലേ വരുന്നത്. അവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ ഭരിക്കുകയും. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ ഭരിക്കുന്നു. അപ്പം ഈ സ്വന്തം മോഹം എന്ന് പറയുന്നത് എന്താണ്? ഓരോ സംഘടനയുടെയും മോഹത്തിനൊത്തവണ്ണം, അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ഓരോ സംഘടനകളുടെയും ബൈബിൾ കോളേജുകളിൽ ആ സംഘടനകളുടെ ഇഷ്ടപ്രകാരം അവിടെ ബൈബിൾ പഠിപ്പിക്കുന്നു. ബൈബിൾ പഠിപ്പിക്കുന്നു എന്നാണ് പേര്. പക്ഷേ ഇവിടെ പറയുന്നു ഉപദേഷ്ടാക്കന്മാരെ ഭരിക്കുക. എന്ത് ഉപദേശം? സത്യത്തിന് ചെവി കൊടുക്കാതെ, കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ ഭരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവർ ഈ സത്യത്തിന് ചെവി കൊടുക്കാത്തത്? അപ്പം ഓരോ സംഘടനകളുടെയും ഇഷ്ടമനുസരിച്ചാണ് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത്. ബൈബിൾ കോളേജ് എന്നാണ് പറയുന്നത്. അവിടെ പഠിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം, ഓരോ സംഘടനകളുടെയും സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പറയണം. കാരണം എനിക്ക് അതിന് തെളിവുണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്.
സ്തോത്രം. പല സംഘടനകളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബ്രദറൻ സഭക്കാർ അവരുടെ രീതിയിൽ പഠിപ്പിക്കുന്നു. യേശു നാമക്കാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ ഞാൻ യേശു നാമക്കാരെന്ന് ഞാൻ പറയത്തില്ല. അവർ യേശു നാമക്കാരെന്ന് സ്വയം പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരും അവരുടെ രീതിക്ക് പഠിപ്പിക്കുന്നു. IPC, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഷാരൂർ, അങ്ങനെയുള്ള അസംബ്ലീസ് കോഡ് അവരെല്ലാം ഒരേപോലെ പഠിപ്പിക്കുന്നു. അവരിൽ വ്യത്യാസം കാണുന്നില്ല. യഹോവ സാക്ഷികൾ മറ്റൊരു രീതിയിൽ പഠിപ്പിക്കുന്നു. സെവന്ത് ഡേക്കാർ മറ്റൊരു രീതിയിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ പലരും പല സംഘടനകളും അവരവരുടെ രീതികളിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇതിങ്ങനെ പഠിപ്പിക്കുമെന്ന് വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ആരെങ്കിലും അനുസരിക്കാനുള്ളവരുണ്ടെങ്കിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നമ്മൾ കേൾക്കുക, അനുസരിക്കുക. അവിടെ അദ്ദേഹം പറയുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതാണ് ശരിയായ പ്രബോധനം. അവർ പത്യോപദേശം പൊറുക്കാതെ, ആര് പൗലോസ് പറയുന്നത് അനുസരിക്കാത്ത മറ്റനേക ഗ്രൂപ്പുകാരുണ്ട്. അവരെക്കുറിച്ച് പറയുകയാണ്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഇത് സംഭവിച്ചു കഴിഞ്ഞു. 1-ാം നൂറ്റാണ്ടിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് പോകുന്നത്. സ്തോത്രം. 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതും നോക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്തി പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യതകളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. സംഭവം ശരിയല്ലേ? ഇന്ന് ദൈവഭക്തി ആദായ സൂത്രമായി മാറിയില്ലേ? ഈ കാണാവുന്ന കോടാനകോടി സ്വത്തുക്കളും പണങ്ങളും പ്രതാപങ്ങളൊക്കെ എവിടുന്ന് വന്നു? വചനം തെറ്റിച്ചു പറഞ്ഞു. കാരണം ഇവിടെ പറഞ്ഞു കണ്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പണം വന്ന് കയറി പണം ഉണ്ടാക്കുന്ന സമ്പ്രദായത്തിലേക്ക് പോയി. അവരുടെ ആദായം എന്താണ്? ദൈവഭക്തി ആദായ സൂത്രമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ വന്നു ഇന്ന് കോടാനകോടി സ്വത്തുക്കളായി മാറിയിരിക്കുന്നു. പക്ഷേ അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? അവരാണ് ഈ കുച്ചിപ്പിടിയും ഭരതനാട്യവും കൊണ്ടുവന്നിരിക്കുന്നത്. കുച്ചിപ്പിടിയും ഭരതനാട്യവും എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ കുച്ചിപ്പിടിയും ഭരതനാട്യവും നടക്കുന്നത് പോലെയാണ് ഇന്ന് പെന്തക്കോസ് സഭായോഗത്തിൽ നടക്കുന്നത്. ഇതെവിടുന്ന് വന്നു? ചുവട് വെച്ചുള്ള ഡാൻസ്, പാട്ടും, ഇതെല്ലാം എവിടുന്ന് വന്നു? ഇത് ആത്മാവിനുള്ള ആരാധനയാണോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഉണ്ടാകുന്ന ആരാധനയാണോ? ആത്മാവിനുള്ള പാട്ടാണോ ഇന്ന് നടക്കുന്നത്? പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന പാട്ടുകൾ പാടി അതിന് സ്റ്റെപ്പ് വെച്ച് ഡാൻസ് നടത്തിക്കൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കുച്ചിപ്പിടിയും ഭരതനാട്യവും എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. പ്രിയപ്പെട്ടവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്ന് നടക്കുന്നതെല്ലാം അങ്ങനെയല്ല. യേശു കർത്താവും അപ്പോസ്തലന്മാരും സഭയെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കണമെങ്കിൽ വിശ്വസിക്കുന്ന മനുഷ്യർ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാനുള്ളത്. അങ്ങനെ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. കിട്ടിയില്ലെങ്കിൽ ഇരുന്ന് പ്രാപിക്കണം. ആദിമ നൂറ്റാണ്ട് മുതൽ അത് കിട്ടിക്കൊണ്ടിരുന്നു.
പക്ഷേ ഒടുവിലായി അത് വില കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. അപ്പോൾ അതിന് നമ്മൾ കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ നടത്തി കാത്തിരുന്ന് പ്രാപിക്കണം. പ്രാപിക്കാതെ ഒരുത്തനും ദൈവരാജ്യത്തിൽ കയറിയിടുന്ന് പഠിപ്പിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സഭയോട് പ്രസംഗിച്ച കാര്യമാണ്. അത് ദൈവസഭയിൽ പഠിപ്പിക്കണം. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ കൂടിവരവിൽ, സഭായോഗങ്ങളിൽ അവിടെയുള്ള പാസ്റ്റർമാരത് പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ സ്വർഗരാജ്യം കാണുകയില്ല. ഇവിടുന്ന് രൂപാന്തരം പ്രാപിച്ചു പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വേണം. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് പറയാത്തത് എന്താണ്? ഒരു 6-7 കൊല്ലങ്ങളായിട്ട് ഇത് കേൾക്കുന്നില്ല, പറഞ്ഞ് കേൾക്കുന്നില്ല. സഭായോഗത്തിന് വരുന്നവരെല്ലാം സ്വർഗത്ത് പോവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം. ഇത് വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അവിടെ എന്താണ് നോക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇന്ന് നിർമ്മലീകരണം നടക്കുന്നുണ്ടോ? സഭായോഗങ്ങളിൽ, സഭകളിൽ നിർമ്മലീകരണം നടക്കുന്നുണ്ടോ? ഓരോരുത്തരും നിർമ്മലീകരിക്കാനുള്ള ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു സംസാരിക്കുന്നുണ്ടോ? ഇന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് പ്രധാനപ്പെട്ട ഉപദേശം പറയാനുള്ള സ്ഥാനത്ത് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് തെറ്റിപ്പോവുകയല്ലേ ചെയ്യുന്നത്. അവർക്ക് എങ്ങനെ ഈ സംഭവം മനസ്സിലാവും? വിശ്വാസികളായിരിക്കുന്നവർക്ക് എങ്ങനെ നിർമ്മലീകരണം പ്രാപിക്കണമെന്നും ഒക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 3-4 പാട്ടുപാടി സമയം കളയുന്നതല്ലാതെ കണ്ട് എന്തെങ്കിലും ഉപദേശം ഈ സഭകളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഒരു സഭകളിലും ഇന്ന് ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഉപദേശമായിട്ട് വരണമെന്നെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ സഭായോഗങ്ങളും നമ്മളിത് ലേഖനങ്ങൾ വായിപ്പിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ലേഖനങ്ങൾ വായിപ്പിക്കാത്തത്രയും കാലം എങ്ങനെ ഉപദേശം വരും? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഓരോ വാക്യങ്ങൾ എടുത്ത് പറഞ്ഞാൽ ഉപദേശമാവുമോ? അങ്ങനെയല്ല. ഗൾഫിലിരിക്കുന്ന ഒരു ഭർത്താവ് വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു കത്തെഴുതുമ്പോൾ 1-2 വാക്യങ്ങളാണ് എഴുതുന്നത്. ആ ഭാര്യയ്ക്ക് എഴുതുമ്പോൾ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചല്ലേ എഴുതുന്നത്. വീട്ടിൽ അപ്പനുണ്ടെങ്കിൽ അപ്പനെയും അമ്മയെയും അന്വേഷിക്കണം, തിരക്കണം. അവർക്ക് ഒന്നിനും മുട്ടുവരരുത്. മക്കളുടെ കാര്യങ്ങൾ എടുത്തു പറയുന്നു. മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവരെ സ്തോത്രം സൂക്ഷിക്കണം, അവരെ പഠിപ്പിക്കണം, അവർക്ക് നല്ല ട്യൂഷൻ കൊടുക്കണം, അവർക്ക് നല്ല ആഹാരം കൊടുക്കണം, അവരെ എപ്പോഴും സ്തോത്രം നിൻ്റെ കണ്ണുമുമ്പിൽ ഉണ്ടാകണം എന്നൊക്കെ ഒരു അന്യരാജ്യത്ത് കിടക്കുന്ന ഒരു ഭർത്താവ് പറയുമ്പോൾ ഞാൻ അയച്ചു തരുന്ന പൈസ ചിലവഴിക്കേണ്ട കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവിടെ ലോൺ ഉണ്ടെങ്കിൽ ലോൺ അടക്കണം, അവിടെ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം, അവിടെ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാണ്ട് അത് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായൊരു കത്തല്ലേ തൻ്റെ ഭാര്യയ്ക്ക് താൻ എഴുതുന്നത്. അതുപോലെയാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ഈ വിഷയങ്ങൾ, ഈ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സഭായോഗത്തിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളും ഇത് വ്യക്തമായി അറിയണം. അതിനാണ് ഒരു ലേഖനത്തിൽ ഒരു അധ്യായം വായിക്കാൻ പറഞ്ഞത്. അധ്യായം എല്ലാവരും കൂടെ വായിപ്പിച്ചിട്ട് അതിൽ പ്രബോധിപ്പിക്കാനുള്ള പ്രബോധകൻ പരിശുദ്ധാത്മാവും ജ്ഞാനമുള്ള കൃപാവരങ്ങളോട് കൂടിയുള്ള ശുശ്രൂഷ ഉള്ള ഒരു വ്യക്തി ആ ഒരു അധ്യായത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചാൽ അതിൻ്റെ 1-ാം വാക്യം മുതൽ 30 വാക്യം ഉണ്ടെങ്കിൽ ആ 30 വാക്യത്തിലും ചെല്ലുമ്പോൾ പല വചനങ്ങളെടുത്ത് അതിനെ ഉറപ്പിക്കുമ്പോൾ ആ സഭായോഗത്തിൽ വന്ന 150 പേരുണ്ടെങ്കിലും ആ 150 പേർക്കും ദൂതുകളുണ്ടാവും. ഇതാണ് സഭായോഗത്തിലെ ശുശ്രൂഷ. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇന്ന് ഏതെങ്കിലും പാസ്റ്റർമാർ ചെയ്യുന്നുണ്ടോ? വിശുദ്ധ അപ്പോസ്തലനായ 1-ാമത്തെ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്ന പ്രവാചക വാക്യങ്ങൾ നമുക്കധികം സ്ഥിരമായിട്ടുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുവോളും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊള്ളാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രവാചക വാക്യങ്ങൾ എടുത്തുറപ്പിക്കേണ്ടത് ഏത് ഭാഗത്താണ്? കർത്താവ് പറഞ്ഞു, കോടിത്തുണിക്കണ്ടം
പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാണ്. പഴയ വസ്ത്രം ഒന്നായിട്ടിരിക്കുന്നതും ഓടി തുണിക്കണ്ടത്തിൽ നിന്നും കീറിയെടുക്കുന്ന ഒരു പീസുമാണ് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തുന്നുമാറില്ലെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഇന്ന് നടക്കുന്ന സഭകളിൽ, ഇന്ന് നടക്കുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ ഇങ്ങനെയാകാൻ പോകണമെന്ന് കർത്താവിന് അറിവുള്ളതോടെ കർത്താവ് പറഞ്ഞത്. കോടി തുണിക്കണ്ടം കീറിയെടുത്ത്, അതായത് പുതിയ നിയമത്തിൽ നിന്ന് മത്തായി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ളതിൽ നിന്ന് ഒരു വാക്യമെടുത്ത് പഴയ നിയമത്തിൽ ഒരു അധ്യായത്തെ ഉറപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഉറപ്പിക്കുകയില്ല, ഉറക്കത്തില്ല. പഴയതും പുതിയതും കൂടെ ചേരുകയില്ലെന്നാണ് യേശു പറഞ്ഞത്. കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാൽ ചീന്തൽ വരും, അത് കീറിപ്പോവും. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ലെന്നും പറഞ്ഞു. എന്നും ഒരു പഴയ മനുഷ്യൻ, ഒരു ക്രിസ്തുവിലാകാത്തൊരു പുതിയ മനുഷ്യനാകാത്തൊരു പഴയ മനുഷ്യൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയില്ലെന്നാ പറഞ്ഞത്. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. ഇത് മനസ്സിലാക്കണം നമ്മൾ. പിന്നെ എന്ത് ചെയ്യണം? അതിനാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് സഭായോഗത്തിൽ ലേഖനങ്ങൾ വായിപ്പിക്കണം. ലേഖനം എന്നാണ് ഒരു അധ്യായം. ഒരു അധ്യായം എന്നൊരു വസ്ത്രമാണ്. ഒരു അധ്യായം ഒരു വസ്ത്രമാണ്. ആ വസ്ത്രത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വസ്ത്രത്തെ യോജിപ്പിക്കേണ്ടതെന്നാണ് പത്രോസ് പറഞ്ഞത്. ആ ഒരു അധ്യായം വായിച്ച് അതിൽ നിന്ന് പ്രബോധിപ്പിക്കുമ്പോൾ അതിനെ ഉറപ്പിക്കുന്ന പ്രവാചക വാക്യങ്ങൾ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പഴയതിൽ നിന്നും പുതിയതിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരു ന്യായശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് കറക്റ്റ്. പഴയതിൽ നിന്ന് പുതിയതിൽ നിന്ന് പഴയ നിയമ പ്രവാചകന്മാരുടെ വാക്യങ്ങൾ എടുത്ത് ഈ പുതിയ നിയമലേഖനത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒന്നായി, കറക്റ്റായി. അതിനെ തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കളയും. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു അധ്യായം പൂർണ്ണമായിട്ട് വായിക്കും. എന്നിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് ഒരു വാക്യങ്ങളെടുത്ത് 1-2 വാക്യങ്ങളെടുത്ത് അതിനോട് പറയും. അത് യോജിക്കില്ല, അത് കീറിപ്പോവും. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ ആഹാരം വെക്കുമ്പോൾ നല്ല ആഹാരം കൊടുക്കണം. പത്രോസ് പറയുന്നുണ്ടല്ലോ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കും. അപ്പോൾ മായമില്ലാത്ത പാല് കുടിക്കണം. മായമില്ലാത്ത പാലാണ് ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടത്. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ദുഷ്ടതയോ ചതിയോ എന്തെങ്കിലും അത് ഇറങ്ങിപ്പോകണം, അത് കളയണം, അതെല്ലാം നീക്കിക്കളയണം. അപ്പോൾ വിശ്വാസികളായ നമ്മൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളെല്ലാം കളയണം. മായമില്ലാത്ത വചനം നമുക്ക് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ കിട്ടും. അതാണ് നമുക്ക് നമ്മുടെ വളർച്ചയ്ക്കുള്ള വചനങ്ങൾ. ഈ നിലയിൽ പാസ്റ്റർമാർ ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ സഭ അനുഗ്രഹിക്കപ്പെടുന്നുള്ളൂ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്നുള്ളൂ, കർത്താവിന് കൊള്ളാവുന്നവരായി മാറുന്നുള്ളൂ. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് നിർമ്മലീകരണം ഉണ്ടാകും? ഇവിടെ നിർമ്മലീകരണം നടക്കുന്നില്ല. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് നിർമ്മലീകരിക്കണത്? ഈ ലേഖനങ്ങൾ സഭകളിൽ വായിപ്പിച്ച് പ്രബോധിപ്പിച്ചെങ്കിൽ മാത്രമേ നിർമ്മലീകരണം ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ നിർമ്മലീകരണമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, കുച്ചിപ്പിടിയും ഭരതനാട്യവും കൊണ്ട് ദൈവരാജ്യത്തിൽ ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരമ്പര്യം എടുത്ത് പൂർണ്ണമായിട്ടും മാറ്റിക്കളയണം. ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യം മാറ്റണം. പാരമ്പര്യം മാറ്റിയിട്ട് സഭായോഗത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആരാധിക്കാനുള്ള വ്യവസ്ഥിതികളുണ്ടാകണം. എല്ലാവരും ഒരുമനപ്പെട്ടുകൊണ്ട് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിലെ പാട്ടുകളെല്ലാം മാറ്റി ദൈവസാന്നിധ്യത്തിൽ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്തും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും കൊണ്ട് ദൈവത്തിന് ഇരുന്നാൽ നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആരാധിക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ
പുതിയ നിയമ ലേഖനങ്ങൾ സഭകളിൽ പ്രബോധിപ്പിക്കണം. സത്യോപദേശം വന്നെങ്കിൽ മാത്രമേ സത്യത്തിൻ്റെ ആത്മാവോടെ വ്യാപരിക്കത്തുള്ളൂ. ദുരുപദേശമാണ് വരുന്നെങ്കിൽ ദുരാത്മാവോടെ വ്യാപരിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് സത്യോപദേശം എന്താണ്? നമുക്ക് തന്നിരിക്കുന്നതാണ്. എബ്രായർ 8-ാം അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പം നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് പുതിയ നിയമസഭയിൽ പഠിപ്പിക്കേണ്ടത്. അതാണ് കർത്താവ് മത്തായി 28 പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഇടുന്നു. പക്ഷെ അത് ചെയ്യാത്തത്രയും കാലം കർത്താവ് ഇന്ന് സഭയിലില്ല. കർത്താവ് വെളിയിലാണ്, അല്ലേ? കർത്താവിനെ തള്ളി പുറത്തിട്ട് കളഞ്ഞു. ഇന്ന് കർത്താവ് ഇതാ വാതിക്കൽ നിന്ന് മുട്ടുന്നു. സഭയുടെ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്നാണ് യേശു കർത്താവ് പറയുന്നത്. ഇതൊക്കെ വെറുതെയാണ്. അതുകൊണ്ടാണ് പറയുക, ഇന്ന് ആരെങ്കിലും സ്വർഗത്തിൽ പോവുക ഈ നിലവാരത്തിൻ്റെ ഈ നിലയിലാണെങ്കിൽ ആര് സ്വർഗത്തിൽ പോകും? അപ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുച്ചിപ്പിടിയും ഭരതനാട്യവും കൊണ്ട് ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ പാരമ്പര്യം മാറ്റുക. ഇത് മതാചാരമാണ് വന്നിരിക്കുന്നത്. ഇത് കത്തോലിക്കൻ്റെ പാട്ടുകുർബാനയാണ് ഇന്ന് പെന്തക്കോസ്തിൽ വന്നിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ പാട്ടുകുർബാന അത് വരുമെന്ന് ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസ് 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കാന്മാരുണ്ടാവും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും എന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. അവർ ദിവ്യാഗത്തിൻ്റെ കൗശലം ഉപയോഗിച്ച് നിങ്ങളെ വാണിഭമാക്കും. ഇത് വ്യക്തമായിട്ട് പറയുന്നതല്ലേ പത്രോസ്? അതല്ലേ ഇന്ന് നടക്കുന്നത്? ഇന്ന് ദ്രവ്യാഗ്രഹം മൂത്ത് കണ്ടില്ലേ? പിന്നെ കസേരക്ക് വേണ്ടിയല്ലേ ഈ കളിയെല്ലാം നടക്കുന്നത്? ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷനും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? ജാതികൾ ഇലക്ഷൻ നടത്തുന്നത് പോലെയല്ലേ പെന്തക്കോസ് വിശ്വാസികൾ ഇലക്ഷൻ നടത്തുന്നത്? എന്തിനാ? ആ കസേരക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി, ആ കസേരയ്ക്ക് അത് ഇരിക്കാൻ വേണ്ടി. എന്തിനാ? ആ കസേര ഇരുന്ന കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം. അപ്പോൾ അങ്ങനെയാക്കി കളഞ്ഞില്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇന്ന് നടക്കുന്ന സമ്പ്രദായങ്ങൾ എന്താണ്? ഓരോ സെൻറ്ററിലും നടക്കുന്ന സമ്പ്രദായങ്ങൾ എന്താണ്? സെൻറ്റർ എന്ന് പറയുമ്പോൾ യഥാർത്ഥ സെൻറ്റർ, തലസ്ഥാനം, ഓരോ പ്രസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? അവിടെ ഗുണ്ടായുസവും അവിടെ കസേര കളിയുമല്ലേ നടക്കണത്? കസേരക്കുള്ള പിടുത്തമല്ലേ നടക്കണത്? ആ കസേര കിട്ടാൻ വേണ്ടി ഗുണ്ടായുസമല്ലേ ഇന്ന് ഇറക്കിയിട്ടിരിക്കണത്. അപ്പോൾ അതിൻ്റെ കൂടെ പോയി നമ്മളെല്ലാവരും ഇരുന്നിട്ട് എന്ത് പ്രാപിക്കുവാനാണ്? കുരുടൻ ഈ വഴി നടത്തിയ ജീവനും കുഴി വീഴുമെന്നല്ലേ? അങ്ങനെ കുരുടന്മാരായ നേതാക്കന്മാർ ആ കസേരക്ക് വേണ്ടി വടംവലി നടത്തുമ്പോൾ, ആ കസേരക്ക് വേണ്ടി ഗുണ്ടായുസം കളിക്കുമ്പോൾ 10 പേരെ കൊല്ലാനും ശ്രമിക്കും. അവർ മടിയില്ല. അതിനു വേണ്ടിയാണ് ഗുണ്ടായുസം ഇറക്കിയിരിക്കുന്നത്, ആ കസേരക്ക് വേണ്ടി. അങ്ങനെ നമ്മുടെ നേതാക്കന്മാർ അവിടെ ഇരുന്നു കൊണ്ട് ഇതിനു വേണ്ടി നടക്കുമ്പോൾ നമ്മൾ അവരുടെ ഉപദേശം കേട്ടിട്ട് നമ്മൾ പുറകത്ത് പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്യെടുത്ത് മാറ്റിക്കളയണം. കുരുടനെ വഴി നടത്തിയ ഇരുവരും കുഴി വീഴുമെന്നാണ്. അതുകൊണ്ട് തല പോയതുപോലെ വാലും പോവും, ഒരു മാറ്റവും ഇല്ല. എന്നാൽ അവിടെ എന്ത് ചെയ്യണം? വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനുള്ള തെളിവ് കിടപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാം. തെസ്സലോനിക്ക ലേഖനം ഒന്ന് നോക്കാം. 2 തെസ്സലോനി 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ എന്താണ് പറയുന്നത്? സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ടെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരോട് പ്രാപിച്ച പ്രമാണം. അപ്പോസ്തലന്മാരോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുക. അപ്പോസ്തലന്മാരാരും ഈ കസേരക്ക് വേണ്ടി കളിച്ചില്ല. അവിടെ ഇതുപോലുള്ള ദ്രവ്യാഗ്രഹമില്ലായിരുന്നു, പണമില്ലായിരുന്നു.
ഇതുപോലുള്ള പണമൊന്നും വരത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പണത്തിനും പ്രതാപത്തിനും വേണ്ടിയാണ് ഇവിടെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ ഇലക്ഷൻ നടത്തുന്നത് പോലെ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി ഇലക്ഷൻ നടത്തുക, ആ വോട്ട് പിടിക്കാൻ വേണ്ടി ഗുണ്ടായുസം കളിക്കുക, അതല്ലേ ഇവിടെ നടക്കുന്നത്. അതാണ് ഇന്ന് ദൈവസഭയ്ക്കും അകത്തും വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒന്ന് ചിന്തിച്ചു കൊടുക്കുക. ഇത് കണ്ടിട്ടും നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അവർ ചെയ്യുന്ന ഈ ദുഷ്പ്രവൃത്തിക്ക് നമ്മൾ ആമയം പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് തലക്കെട്ടിൽ ഇട്ടിരിക്കുന്ന പേരിങ്ങനെയാണ്: കുച്ചിപ്പിടിയും ഭരതനാട്യവും കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് ആരും പ്രവേശിക്കാമെന്ന് വിചാരിക്കണം. ഇത് നടക്കുന്നത് സഭായോഗങ്ങളിൽ, ലോക്കൽ സഭകളിൽ നടക്കുന്നത് കുച്ചിപ്പിടിയും ഭരതനാട്യവും നടക്കുന്നു. തലപ്പത്ത് നടക്കുന്നത് എന്താണ്? ഗുണ്ടായുസവും കസേരക്കുള്ള പിടുത്തവും ഇലക്ഷനും. അതാണ് നടക്കുന്നത്. അവർ പറയുന്ന കാര്യത്തിൽ നടക്കുന്ന ദുഷ്പ്രവൃത്തിക്ക് നമ്മൾ ആമയം പറയണം. എങ്ങനെ രക്ഷപ്പെടുക? അതുകൊണ്ട് അവരോട് മാറുന്നതാണ് നല്ലത്. മാറാൻ പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ചെവിയോളം കേൾക്കട്ടെ, നശിക്കാനുള്ളവൻ അവിടെ നിൽക്കട്ടെ. ചെവിയോളം പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പറയുകയാണ് ഇവിടെ നമ്മുടെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. എന്താ പറയുന്നത്? പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അവർ ചെയ്യുന്ന പാപമാണെന്ന് എല്ലാവർക്കും അറിയാം. അവൻ അധർമ്മവും ചെയ്യുന്നു. അപ്പം അവരുടെ കൂടെ നമ്മൾ നിന്നാൽ പിന്നെ എങ്ങനെയാവും? സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സത്യവേദ പുസ്തകം ശരിയായ രീതിയിലൊന്ന് വായിച്ചു പഠിക്കണം. വായിച്ചു പഠിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾ വിധി എഴുതുക. വിധി എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ശരിയാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് എന്നോട് പറയുക. അത് വചനത്തിൽ നിന്ന് തരണം. അതുകൊണ്ട് എന്ത് മോശത്തരം കാണിച്ചാലും നമ്മൾ വിശ്വസിച്ചതല്ലേ, സ്നാനപ്പെട്ടതല്ലേ, നമ്മളെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഒന്ന് എടുത്തോണ്ട് പോകുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന വിഡ്ഢികളായ മനുഷ്യരോട് പറയണത് നിങ്ങൾ ശരിക്കൊന്ന് വായിച്ചു മനസ്സിലാക്കുക. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. നാം അറിഞ്ഞിട്ട് ചെയ്യുന്ന പാപം, ആ പാപത്തിന് പറയുന്നത് എന്താണ്? മനഃപൂർവ്വമുള്ള പാപമാണ്. ഇബ്രാഹിം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ അറിഞ്ഞിട്ട് ചെയ്യുന്ന പാപം മനഃപൂർവ്വമുള്ള പാപമാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെയുള്ള പാപം ചെയ്യുന്നത്? ഇന്ന് സഭായോഗത്തിൽ നടക്കുന്ന സമ്പ്രദായങ്ങളെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങളാണ്. അത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അതിൽ പോയി നമ്മൾ ഇരിക്കുകയും അതിൽ നമ്മൾ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ മനഃപൂർവ്വമുള്ള പാപമാണ്. അതുകൊണ്ട് അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുകയും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും ചെയ്യണം. വിശുദ്ധിയിലും വേർപാടും ജീവിക്കുകയും ചെയ്യണം. എല്ലാവരോടും സ്നേഹം ആചരിക്കണം. സഹോദരപ്രീതി നിലനിൽക്കണം. അതിഥി സൽക്കാരം മറക്കരുത്. എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഇതിന്ന് കഴിയുന്നുണ്ടോ സഹോദരന്മാരെ? കഴിയുന്നില്ലെങ്കിൽ നാം എവിടെ വെച്ചാണ് തുടങ്ങിയത് അവിടുന്ന് തിരിച്ചവിടെ വന്നിട്ട് അവിടുന്ന് യഥാർത്ഥ വഴിയിലേക്ക് വരാൻ ശ്രമിക്കുക. യഥാർത്ഥ വഴി
മത്തായി സുവിശേഷം മുതലുള്ള വഴികളാണ്. ആ മത്തായി സുവിശേഷം മുതലുള്ള വഴി അന്വേഷിച്ച് കൊണ്ടിരുന്നാൽ നമുക്ക് കണ്ടെത്തും. കർത്താവ് പറഞ്ഞു, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അവരാരും തകർന്നു പോകത്തില്ല. അവർ പ്രാണപ്രിയനായ കർത്താവിൻ്റെ പദവിക്ക് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതുപോലെ തട്ടിക്കൂട്ട് പരിപാടി നടത്തരുത്. ആരാധനയാണെന്ന് പറഞ്ഞ് പുസ്തകത്തിലെ പാട്ടുകൊണ്ട് പാടിയാലൊന്നും ആരാധനയാകില്ല. ആരാധന ആകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. ആത്മാവ് നിറയുമ്പോൾ അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷ ഉണ്ടാകുമെന്ന് വചനം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ അന്യഭാഷ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരാധനയ്ക്കായി വരുമ്പോൾ പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ ആരാധിക്കും. പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശരിയായ രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യഥാർത്ഥ സുവിശേഷത്തിൽ വിശ്വസിക്കണം. യഥാർത്ഥ സുവിശേഷത്തിൽ വിശ്വസിക്കാതെ സങ്കീർത്തനത്തിലും പഴയ നിയമത്തിലും ഒക്കെ നമ്മൾ കിടന്ന് കളിച്ചാൽ, അവിടെ കിടന്ന് കറങ്ങിയതുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളും ശിഷ്യരാക്കിയുള്ളൂ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.